ഹലോ, അസ്സലാമു അലൈക്കും. റഷി വ്ളോഗിൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് സുഖം തന്നെയാണ് കേട്ടോ. എല്ലാവരും നനച്ചുളി പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നമ്മളത് കഴിഞ്ഞു. വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല. കഴിഞ്ഞ ഞായറാഴ്ച ഫുള്ളായിട്ടാണ്ട് എടുത്തു. രാവിലെ 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 6 മണി വരെ എടുത്തു. അപ്പോൾ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങളത് കഴിഞ്ഞ് എല്ലാവരും നോമ്പിനെ വരവേൽക്കാം, നല്ല റാഹത്തിലിരിക്കാവൂലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഫാമിക്ക് വന്നിക്കാണ് കേട്ടോ. ഒരുപാട് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഫാമിൽ കടയിലെ തിരക്കും ഓരോരോ ചുറ്റുപാടും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും ടൈം കിട്ടൂല. ചിലപ്പോൾ അതിനുള്ളൊരു മൂഡും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ പോയി. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എന്നും എൻ്റെ ഹസ്ബൻഡ് രാവിലെ 5:30-6 മണിക്ക് പോകലുണ്ട് ഫാമിക്ക്. അപ്പോൾ ഇന്ന് ഷോപ്പിൽ കുറച്ച് ചിക്കൻ സ്റ്റാളിൽ ഓർഡർ കൊടുക്കാനുള്ളതുകൊണ്ട് 7:00-ക്കാണ് പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാനും പോരാറിന് വീട്ടിൽ വന്നിട്ട് ചായയും കടിയും രാവിലെ കാൽ ചായ ആയിട്ടും പോകലാണ്. പിന്നെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ പാല് കൊണ്ടു കൊടുക്കണതിൽ ചായയും കടിയും കൊണ്ടു കൊടുക്കലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ചായയും കടിയും ആയിട്ടുണ്ട്, നമുക്ക് രണ്ടാം കൂടി പോകാൻ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ കണ്ടപ്പോൾ പിരാന്ത് കടിച്ചിട്ട് അങ്ങോട്ട് പറയാൻ. പിരാന്ത് കടിച്ചു പറയാൻ ഒന്നുമല്ല, രാവിലെ കറണ്ട് ഇല്ലേനല്ലോ. അപ്പോൾ ക്ലീൻ ആക്കാതൊക്കെയാണ് മൂപ്പര് കറവൊക്കെ കഴിച്ചിട്ടുണ്ട്. ഒരു ഫ്രണ്ട് വിരുന്നും വന്നിട്ടുണ്ട്. ഇവർക്ക് പിന്നെ ഇടയ്ക്കുള്ളൊരിതാണ്. ഇവിടെ ആകുമ്പോൾ ആരും ശല്യം ഇല്ലല്ലോ. ചങ്ങായിമാരൊന്നും ഇടയ്ക്ക് വിരുന്ന് കൊണ്ടുവരും. അപ്പോൾ ഫ്രണ്ട് വിരുന്ന് വന്നിട്ടുണ്ട്. പിന്നെ അപ്പോൾ അവന് വെള്ളമൊന്നും കൊടുക്കാതെ ഒരു ഫോണുമ്മലും കളിച്ച് വർത്താനം പറഞ്ഞിരിക്കുകയാണ്. എനിക്കതൊക്കെ കണ്ടപ്പോൾ പിരാന്ത് കടിച്ച. പിന്നൊരു കാര്യമുണ്ട് കേട്ടോ, താത്താൻ്റെ പൈക്കളയും കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ട് നമ്മളെ ഫാമിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ ഫാമിൽ ഒരു 10-15 പശുക്കളെ കെട്ടാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ താത്താൻ്റെ പിന്നെ അടുത്തടുത്തൊക്കെ വീടാണ്. ഫാം എത്രയും പെട്ടെന്ന് മാറ്റണം വിചാരിച്ചിരിക്കുന്നു. പിന്നെ വീട്ടിൽ മോന് കല്യാണമൊക്കെ നോക്കുന്നുണ്ട്. കല്യാണമൊക്കെ നോക്കും. ഇപ്പോഴത്തെ കാലം എല്ലാവർക്കും അറിയാലോ. അല്ലാതെ തന്നെ ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാത്ത കാലമാണ്. ഏതായാലും അൽഹംദുലില്ലാ കല്യാണം ഏകദേശമൊക്കെ ശരിയായ പോലെ ആയിട്ടുണ്ട്. പിന്നെ ഫാമും അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ നമ്മൾ ഓണറോട് ചോദിച്ചപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നോളി പറഞ്ഞ്. അപ്പോൾ 2 കൂട്ടർക്കും കൂടി ഒരു ബായി മതി. നമുക്ക് പൈസയും അങ്ങനെ ലാഭമാണ്. ശമ്പളം പകുതി കൊടുത്താൽ മതി. ഫുഡാണെങ്കിലും രാവിലത്തും രാവിലത്തും ഞാൻ കൊടുക്കും, ഉച്ചക്കത്തും രാത്രിക്കത്താണെങ്കിലും ഓളും കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ പറയുമ്പോൾ നമ്മൾ പറയാണ് കേട്ടോ. അപ്പോൾ തീറ്റയും വൈക്കോല് ഞാൻ പിന്നെ ഒരുപാട് ഇറക്കിയിട്ടുണ്ട്. ഓക്കൊന്ന് വൈക്കോല് ലോഡ് വരുന്നുണ്ട്. കൈതലീഫ് ഇറക്കുമ്പോൾ ഞാൻ 2 അയച്ചിട്ടുണ്ട്. പാലൊക്കെ സെപ്പറേറ്റ് ആക്കുക, തീറ്റയൊക്കെ വേറെ കൊടുക്കുക. അല്ല ഞാൻ ജ്യേഷ്ഠത്തി അനിയത്തിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെന്നും നിലന്ന് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ. നമുക്ക് പാലൊക്കെ പറ്റ കുറവാണ്. ഓക്ക് 2-3 പ്രസവിച്ചതുണ്ട്. അവിടെ പാലൊക്കെ ഉണ്ട്. അപ്പോൾ തൊത്തൊന്നും ക്ലീൻ ആക്കിയിട്ടില്ല കേട്ടോ. ക്ലീൻ ആക്കാതെ വേഗം ചാണകം വാരിക്കാണ്ട് അകടെ ഈക്കാണ്ട് കറന്നാണ്. രാവിലെ കറണ്ട് ഇല്ലേനല്ലോ. കറണ്ട് ഇല്ലാഞ്ഞാൽ പിന്നെ അത് നടക്കൂല. കറക്കാനും വൈകിക്കേണ്ടതാണ്. കണ്ണ് കാണണ്ടേ അറിഞ്ഞു. അതിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചം കിട്ടണ്ട, എന്നിട്ടല്ലേ കറക്കാൻ പറ്റുള്ളൂ എന്ന്. പിന്നെ നമ്മളെ സൊസൈറ്റിയിൽ 7-8 മണി വരെ എടുക്കൂട്ടാം. ഞങ്ങളെ സൊസൈറ്റിയിലൊന്നും കൊടുക്കണില്ല. താത്താൻ്റെ പോലെ സൊസൈറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി പശുക്കൾ ഒരു 10-13 ആയിട്ടുണ്ട്. നമുക്കൊരു കുട്ടിയുള്ളൂ, അവർക്ക് 2 കുട്ടികളും ഉണ്ട്. അപ്പോൾ നമ്മളെ പശുക്കൾക്ക് പറഞ്ഞില്ല. അപ്പോൾ കറവ് കഴിഞ്ഞൊക്കെ തന്നെ ഫീഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫീഡ് ഒരു ഗ്രേവി രൂപത്തിലാണ് കൊടുക്കും. പിന്നെ നമ്മൾ കൈതലീഫും കഴിച്ച് കഴിഞ്ഞിട്ട് ഈ പിന്നെ പുല്ലൂട്ടിൻ്റെ ഓൾസൊക്കെ ഉണ്ട് അടച്ചിക്കാണ്ട് അതിൽ കുറച്ചിങ്ങനെ വെള്ളം നിർത്തി കൊടുക്കലാണ് 2 ടൈമിലും. എന്നാൽ വെള്ളത്തിന് ഒരിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പോൾ ഈ ചൂടുകാലല്ലേ, ഇഷ്ടംപോണം വെള്ളം കുടിക്കേണ്ട സമയമല്ലേ, നമുക്ക് തന്നെ എത്രങ്ങാനും വേണം. അപ്പോൾ അങ്ങനെ കാണിക്കലാണ്. അപ്പോൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞൊരു 11 മണിയൊക്കെ ആയാലാണ് വെള്ളം നിറച്ച് വെച്ചാൽ അടുത്ത കറവാവണ വരെ, അടുത്ത ഫീഡ് കൊടുക്കണ വരെ അതിൽ വെള്ളം ഉണ്ടാവും. പിന്നെ രാത്രി അങ്ങനെ തന്നെയാണ്. രാത്രി ഒരു പിന്നെ പുല്ല് തിന്നു കഴിഞ്ഞാൽ രാവിലെ കൈതലീഫും വൈകുന്നേരം വൈക്കോലാണ്. തിന്ന് കഴിഞ്ഞാൽ ഫുൾ ടൈം വെള്ളമാണ്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ നമ്മളെ പശുക്കൾക്കുള്ള തീറ്റ നമ്മൾ തന്നെ അളന്നിട്ട് കൊടുത്തിട്ട് ഓളത് എനിക്ക് അളവ് അറിയില്ല. അതുകൊണ്ട് പിന്നെ ഭായിനോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ ക്ലീൻ ആക്കി കോളേജ് അറ്റങ്ങൾക്കുള്ള വെള്ളം കൊടുക്കാറിഞ്ഞ് ഓൻ അതിനാക്കിയിട്ടാണ്. നമ്മളെ പശുക്കൾക്ക് നമ്മളെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. മറ്റവർക്ക് നമ്മളറിയില്ലല്ലോ. അങ്ങനത്തെ ഒരു ഇതാണ്. ഇപ്പോൾ വയറൊക്കെ ഒട്ടി നിൽക്കുകയാണ്. അവർക്ക് ഫുഡൊന്നും കൊടുക്കാത്തതുകൊണ്ടാണ്. പിന്നെ കുളിയും കഴിഞ്ഞിട്ടില്ല. അതൊക്കെ അവർക്ക് ഇങ്ങനെ കാണുന്നുണ്ടോ. മറ്റേ ഏത് നേരം ചെന്നാലും നല്ല നീറ്റീകാരം. കറണ്ടില്ലാത്ത ഇപ്പോൾ നമ്മളെ ചതിച്ചത് പോലെ ആയില്ല. കറണ്ടില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. അപ്പോൾ
പിന്നെ നല്ലൊരു റമ്മുണ്ടായിരുന്നു നമ്മളത്. അത് ആ സ്റ്റാൻഡുമെന്ന് ഒരു സൈഡിലേക്ക് തൂങ്ങി നിന്നാണ് റമ്മ് വീണ് പൊട്ടിയെറിഞ്ഞു. എന്നാൽ പിന്നെ അത്യാവശ്യത്തിനുള്ള വെള്ളം കയ്യിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇന്നലെ താത്ത പുതിയൊരു ടാങ്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഒരു 1000 ലിറ്ററിൻ്റെ. അപ്പോൾ അതൊന്നും ഫിറ്റിങ്സ് ആക്കിയിട്ടില്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെ എല്ലാവരും വാട്സപ്പിൽ വരെ നമ്മളോട് പറയും. ഇപ്പം നമ്പറൊക്കെ മറ്റൊരു നമ്പർ ഉണ്ടായിട്ടേ, തുണി കടയിലത്തെ ഷോപ്പിലെ വീഡിയോ ഇടുമ്പോൾ നമ്പർ കൊടുക്കുന്നു, വാട്സപ്പിൽ വരെ എന്ന് പറയും. ഇടയ്ക്കൊക്കെ നിങ്ങളെ ഫാമിലത്ത് ഒന്ന് വിടേണ്ടി താത്താന്ന് പറയും. ഫാമത്ത് ഇനി ഇടയ്ക്കൊക്കെ ഒന്ന് വിടാൻ ശ്രമിക്കട്ടെ. കോഴികളത് ഇപ്പോൾ തീരെ വിടലില്ല. കോഴികൾ കുറച്ചൊക്കെ കൊണ്ട് വെത്തൻപണ്ണൊക്കെ ഉണ്ട്, കുറേയൊക്കെ നമ്മൾ ഒഴിവാക്കി, എല്ലാം കൂടി കഴിയാഞ്ഞിട്ടേ. പിന്നെ ഈ ചൂടുകാലമാകുമ്പോൾ പിന്നെ കോഴികൾക്ക് പെട്ടെന്ന് അസുഖം വരും. അപ്പോൾ അത് മുന്നോടെ കണ്ടുകാണ് നമ്മൾ കുറച്ച് തള്ളക്കോഴികളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. കുട്ടികളുണ്ട് അവിടെ. ഷോപ്പിക്കൊക്കെ പോകാനുള്ളതുകൊണ്ട് പെട്ടെന്ന് ഇവിടുത്തെ പണിയൊക്കെ തീർത്ത് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യണം, കമൻസൊക്കെ വേണം. ഏത് തരം വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ അതൊക്കെ ഒന്ന് പറയണം.